പ്രൈസ് ലോർഡ്. ബൈബിൾ വാക്യങ്ങളിലൂടെ സോളമൻ്റെ സുഭാഷിതങ്ങൾ 19-ാം അധ്യായത്തിലെ 17-ാം വചനം കാണിച്ചു തരികയാണ്. ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്, ദൈവം ആ കടം വീട്ടുന്നു. ദാനധർമ്മം നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെടുമെന്ന് കാണിച്ചു തരുന്നുണ്ട്. ദരിദ്രര് മന്ദഗതിക്കാരുണ്ട്, ബലഹീനരുണ്ട്, സഹായകരുണ്ട്, ഒക്കെ അതീവ ദരിദ്രരാണ്. കൂടാതെ എത്ര അധ്വാനിച്ചിട്ടും ക്ലേശത്താൽ വലയുന്നത് അതിദരിദ്രരുണ്ട്. അവർക്ക് ദൈവഭക്തിയിൽ നിറയുന്ന ആ കുടുംബമാണെങ്കിൽ അവർ സഹായിച്ചില്ല. നമ്മൾ സഹായിക്കാൻ പാടില്ലാത്തവർ ദരിദ്രരുണ്ട്. ആ വിഭാഗത്തിനെ പ്രത്യേകം മനസ്സിലാക്കണം. തെറ്റിലൂടെ സഞ്ചരിക്കുന്ന ഈ ലോകത്തിൻ്റെ ഗതി തുടർന്ന് എല്ലാ മ്ലേച്ഛതകളാലും മുടികിടക്കുന്ന ദരിദ്രരുണ്ട്. അവരെ നമ്മൾ ചെന്നപാട് സഹായിക്കരുത്. അവരെ ആ തെറ്റിൽ നിന്ന് നമ്മൾ മോചിപ്പിക്കാൻ ശ്രമിക്കണം. അവരാ തെറ്റിൽ നിന്നും വിട്ട് പശ്ചാത്തപിച്ച് തിരികെ ദൈവത്തിലേക്ക് വരികയാണെങ്കിൽ അവരെ സഹായിക്കണം. അതല്ല എങ്കിൽ അവരെ സഹായിക്കാൻ പാടില്ല. അവർ നമ്മളെ ഉപദ്രവിക്കും. ജലം ജ്വലിക്കുന്ന അഗ്നിയെ കിടന്നത് പോലെ നിരവധിയായ പാപങ്ങൾ, നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും ദരിദ്രരെ സഹായിച്ചാൽ. ദൈവത്തിന് ഏറ്റവും ഇഷ്ടം ദരിദ്രരെയാണ്, താഴ്ന്നവരെയാണ്, എളിമയുള്ളവരെയാണ്. അവിടെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. അവരാണ് ഈ ഭൂമിയിൽ കഷ്ടപ്പെടുന്നതെന്ന് അവർ ദൈവത്തിനറിയാം. അപ്പോൾ അവരെ ആര് സഹായിക്കുന്നു എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ലാസറിനെയും ധനവാനെ പോലെ ആരും തൊട്ടടുത്തുള്ള കുടുംബങ്ങളിൽ നിന്ന് കാണാതെ അത് നമ്മൾ വിവേചിച്ചറിയണം. മന്ദഗതിക്കാരാര്, ബലഹീനരാര്, സഹായികളാര്, ദുഷ്ടരായ ദരിദ്രരാര്, ഇതെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മളവർക്ക് വേണ്ടിയിട്ട് സഹായങ്ങൾ ചെയ്യാൻ. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു ജീസസ്.